നമസ്കാരം. ടീ ടാരറ്റ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവരുടെ കാര്യമാണ്. നമ്മൾക്ക് അവരുടെ ഭാവിയെപ്പറ്റി ഒന്നറിയാനുള്ള ആകാംക്ഷയ്ക്ക് എടുത്ത കാർഡ്സാണിത്. നമുക്ക് നോക്കാം. 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവരുടെ ഭാവിയെപ്പറ്റിയും ഇപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആകണം എന്നില്ല. റെസണേറ്റ് ആകുന്നവർ അത് സ്വീകരിക്കുക, അല്ലാത്തവർ അത് വിട്ടുകളയുക. അപ്പോൾ നമുക്ക് റീഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ആണ് ഓരോ ദിവസവും മുന്നോട്ട് ജീവിക്കുന്നത്. നിങ്ങൾ വളരെയേറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ. തൊഴിലിടത്തും മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പല തടസ്സങ്ങളും ഉണ്ടാകുന്നു. മനസ്സിനെ ഭാരപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും അനേകം തലയിൽ ഒരേ സമയം എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളെക്കൊണ്ട് ആകുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക, എന്നിട്ട് മുന്നോട്ട് പോകുക എന്നാണ് കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ആ വിജയം നിങ്ങളെ തേടി വരികയും ചെയ്യും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നാണ് കാർഡ്സ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നത് ഒരു വല്ലാത്ത മനോവേദനയും ദുഃഖവും ഒക്കെ ഉണ്ട്. മനസ്സിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ഇതാണ് കാർഡ്സ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പൊക്കെ ഡീപ്പായ ബന്ധങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്കിനി ഉണ്ടാകുക. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റിയൂണിയൻ ഒക്കെ സംഭവിക്കും. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട് ഈ കാർഡ്സിലൂടെ. ഇതിൽ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഡീപ്പായിരിക്കും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അത് പ്രണയത്തിലാണെങ്കിൽ വിവാഹം ഒരു വർഷത്തിനകം നടക്കും എന്നാണ് കാർഡ്സ് സൂചിപ്പിക്കുന്നത്. സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നും കാണിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ധനപരമായിട്ട് ഫിനാൻസ് പരമായിട്ട് നിങ്ങൾക്ക് നല്ല ഉയർച്ച വന്നു ചേരും എന്ന് കാർഡ്സ് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുകയും നിങ്ങളുടെ ജന്മ ഉദ്ദേശം തന്നെ സഫലമാകുകയും ചെയ്യും. നിങ്ങൾ പ്രതിസന്ധികളെ തളരാതെ മുന്നോട്ട് പോകണമെന്നാണ് കാർഡ്സ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ചെറിയ ചില പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങൾ നിങ്ങൾ വൈകാതെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലേക്ക് എല്ലാം എടുത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളില്ല എന്നാണ് കാർഡ്സ് സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളും ചിന്തിച്ച് ഉറക്കം വരെ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഒരുപാട് ചിന്തയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തടസ്സം നേരിടും. പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ച് ഒന്നും മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ന് അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു വിജയത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ തന്നെയാണ് കാർഡ്സ് നമ്മൾക്ക് തരുന്ന സൂചന. ബന്ധങ്ങളിലെല്ലാം നിങ്ങൾക്ക് സ്ട്രോങ് ആയ റിലേഷൻഷിപ്പ് തന്നെയാണ് വരുന്നത്. അതിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മാറും. ആരെങ്കിലും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സംസാരിക്കേണ്ടതാണ്. അങ്ങോട്ട് മുൻകൈ എടുത്ത് ഈഗോയൊക്കെ വിട്ട് സംസാരിച്ച് ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. അതെല്ലാ കാര്യത്തിലും ജോലി സ്ഥലത്താണെങ്കിലും മറ്റുള്ള ഏത് മേഖലയിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിൽ ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ സംസാരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സ് തുറന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഒരു
സമ്പൽ സമൃദ്ധമായ ജീവിതമാണ് ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നത്. കാരണം മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ഇപ്പോഴും നല്ല സൂചനകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വേദനകളെ എല്ലാം വിട്ടുകളയുക, മറക്കുക എന്നൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്കെല്ലാം, ഈ വിജയത്തിലേക്കെല്ലാം എത്താനായിട്ട് ഒരു റെമഡി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കിട്ടുന്നതിലൊരു പങ്ക് ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് അന്നദാനം പോലെയോ ദാനം പോലെയോ ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടവുമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അത് നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കും. അത് മനുഷ്യർക്കാണെങ്കിലും ജീവജാലങ്ങൾക്കാണെങ്കിലും അത് ചെയ്യണം. തീർച്ചയായിട്ടും അതെല്ലാം ഈ യൂണിവേഴ്സിൻ്റെ നിശ്ചയമാണ്. നിങ്ങൾ ആ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, അങ്ങനെ തന്നെ പിന്തുടരുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നതാണ്. നിങ്ങൾ യൂണിവേഴ്സിനോട് എല്ലാ നന്ദിയും പറയുക. എൻ്റെ ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.